യെസ്, ഇപ്പോൾ മണക്കാട് കൗൺസിലറായിട്ടുള്ള ശ്രീ സുരേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, മണക്കാട് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇക്ബാൽ എന്നുള്ള വ്യക്തി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പറിച്ചത് താങ്കളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുന്നത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്? ഇത് 2 ദിവസം മുമ്പ് അവിടെ നമ്മുടെ ഒരു അസോസിയേഷനകത്ത് ഒരു മരണം നടന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും അമ്മയുടെ പേരിൽ പതിപ്പിക്കുന്നുണ്ട്. ആ പോസ്റ്റർ എടുത്തിട്ട് അതിന്റെ പുറകിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യാദൃശ്യമായിട്ട് നമ്മുടെ അടുത്ത അസോസിയേഷന്റെ പ്രസിഡന്റ് ഇത് കാണുകയുണ്ടായി. അപ്പോൾ തന്നെ നമ്മൾ അത് എടുത്തിട്ട് പോലീസിന് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് ചെയ്തത്. കാരണം ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മണക്കാട് പ്രദേശത്ത് ഇപ്പോൾ ഒരുപാട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവരൊരു ഐഡന്റിറ്റി ഇതുവരെ ഇവിടെ കൃത്യമായിട്ട് ആരുടെയും ഡേറ്റ കളക്ഷൻസ് ഇല്ല. കാരണം ഇന്നിപ്പോ ഒരു 10 പേരുണ്ടാവുമെങ്കിൽ ഈ 10 പേരല്ല അടുത്ത ദിവസം ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പല വീടുകളും വാടകയ്ക്ക് എടുത്തിട്ട് ഈ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന തലത്തിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരം മണക്കാട് തൊട്ട് ഏകദേശം നമ്മുടെ കല്ലാട്ടുമുക്ക് വരെ ഉള്ള പ്രദേശങ്ങളിലെല്ലാം അനവധി അതിഥി തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് യാദൃശ്യമായി കണ്ണുകപ്പെടുകയും അത് നമ്മൾ അടിയന്തരമായിട്ട് പോലീസിൽ കൊടുക്കുകയും, പക്ഷേ ഇത് പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗൗരവപരമായി, അതായത് ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ പോലീസുകാർ വന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇയാളെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു ഘട്ടമുണ്ട്. കാരണം ഈ അതിഥി തൊഴിലാളികളുടെ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുണ്ടാകുന്നു. അവർ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്ക് പ്രാദേശികമായിട്ടുള്ള ചില സഹായങ്ങളടക്കം ലഭിക്കുന്നുണ്ട് എന്ന് അത്തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉയരുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെ പോലീസിന്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നിർദ്ദേശം കൊടുത്ത ഉടനെ തന്നെ പോലീസ് വളരെ കാര്യമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അവര് നമ്മുടെ പോർട്ട് സ്റ്റേഷനിൽ ചെയ്തൊട്ടുള്ള ഒട്ടനവധി പോലീസുകാരുടെ വരികയും അതിന്റെ പോസ്റ്ററും മറ്റു കാര്യങ്ങളുടെ ഫോട്ടോസ് എടുക്കുകയും അത് അടിയന്തരപരമായിട്ട് അവർ കാര്യങ്ങൾ നീക്കി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് കരുക്കൾ നീക്കാൻ വളരെ പെട്ടെന്ന് പഠിക്കും. ഈ പറയുന്ന ആള് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വലിയൊരു ഹോട്ടലിലെ സ്റ്റാഫാണ്. അപ്പം ഒട്ടനവധി പേര് ഇവിടെ താമസിക്കുന്നുണ്ട് സാർ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഈ വാർഡിനകത്ത് വരുന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത്. ഇപ്പോൾ പലതവണ നമ്മൾ അസോസിയേഷൻ മീറ്റിങ്ങിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ഡേറ്റകൾ വളരെ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലേബർ ഓഫീസിൽ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു, അതിഥി തൊഴിലാളികൾക്ക് കാർഡ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അതിനോട് എതിർപ്പ്. കാരണം ഞാനൊരു അഭിപ്രായം പറയുന്നത്, ഇവരുടെ എല്ലാം അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്ത് എനിക്ക് തോന്നുന്നു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഈ കാർഡ് കൊടുക്കാൻ പറ്റൂ. കാരണം അറിയാമല്ലോ, ഇപ്പൊ തന്നെ ഇടക്കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഒരാളെ പിടിച്ചത്, സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞ പത്രമാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതെ. അപ്പൊ ഇവരൊരു കാരണവശാൽ ഇവരിപ്പോ ഇവിടെ ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇവരിവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവരെ നമുക്ക് ഒരു ഐഡന്റിറ്റി ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ സിറ്റിയിൽ രാവിലെ ഒരു 7:30-8 മണിക്ക് വന്നാൽ കാണാം ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി സംബന്ധമായിട്ട്. ഇവരാരാണ്, എവിടെ നിന്നാണ് വരുന്നത്, ഇവരുടെ ഐഡന്റിറ്റിയാണ്, അല്ലെങ്കിൽ ഇവരിപ്പോൾ താമസിപ്പിക്കുന്ന ഒരു ഓണർ ഇപ്പോൾ ഇവർ അതിഥി തൊഴിലാളികളെ നമുക്ക് ഷെൽട്ടർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ, അവരുടെ PCC ഒക്കെ വെരിഫിക്കേഷൻ നടത്തി വേണം. ഞാൻ പറയുന്നത്, ഒരു ഹോട്ടലിൽ നിർത്തണമെങ്കിൽ പോലും ഇവരുടെ നിലവിൽ അഡ്രസ്സ് എടുത്തിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട ഒരു വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് PCC കിട്ടിയ ശേഷം മാത്രമേ ഇവരെയൊക്കെ ഇവിടെ നിലനിർത്താവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് പറയാനുള്ളത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ മണക്കാട്. സുരേഷ്, സ്വാഭാവികമായും ഇവിടെ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ. ഒരുപക്ഷെ പല സംഘങ്ങളായി പല രീതിയിൽ ഇവരുടെ ഇടപെടലുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളൊരു ഹോട്ടൽ തൊഴിലാളിയായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ ഈ തീവ്രവാദി സംഘങ്ങൾ പല രീതിയിൽ, പല വേഷങ്ങളിൽ, പല ഭാവങ്ങളിൽ പലയിടത്തും കഴിയുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ചിട്ട് ചുരുക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് അൻസാർ ബംഗ്ല എന്നുള്ള തീവ്രവാദ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനെ ആസാം പോലീസിൻ്റെ പ്രത്യേക സംഘം കേരള പോലീസിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ, ആ തീവ്രവാദിയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ പലയിടങ്ങളിലും ഈ ബംഗ്ല ടീം, അൻസാർ ബംഗ്ല എന്നുള്ള ഈ തീവ്രവാദി സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്നാണ്. അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ടല്ലേ? കാരണം വളരെ കൃത്യതയാണ്. കാരണം എനിക്ക് ഇതിൽ ഒരു സംശയം കൂടി ഇതിൽ ബലപ്പെടുത്താനുണ്ട്.
ഇത് ഒരാള് ഇപ്പൊ ആ പറയുന്ന പയ്യന്റെ താല്പര്യം കൊണ്ട് മാത്രം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഇങ്ങനെ ഒരു പോസ്റ്റർ പതിപ്പിക്കുക എന്ന് പറയുന്നത് അസംഭവമാണ്. കാരണം ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രയോ നാളുകളായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ്, അനവധി ഇന്ത്യക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും തോന്നാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോഡായിരിക്കാം, അവരുടെ ഒരു മുന്നൊരുക്കമായിരിക്കാം. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കമായിട്ട് ഇത് ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ തിരിച്ചുവിടാനുള്ളൊരു വസ്തുതയും കൂടെ അതിൽ മനസ്സിലാക്കണം. പക്ഷേ അടിയന്തരപരമായിട്ട് നമ്മൾ കേരള ഗവൺമെന്റ് ആയിരുന്നു ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് അസോസിയേഷൻകാർ ചെയ്യേണ്ടതും, ഇവരുടെ എല്ലാം നമ്മൾ ഇവിടെ താമസിപ്പിക്കുന്നതിനോ അവർക്ക് പുതിയ നല്ല കാര്യങ്ങൾ കൊടുക്കുന്നതിനോ എതിരല്ല. പക്ഷെ വരുന്ന ആൾക്കാരുടെ ഡേറ്റകൾ കൃത്യമായിട്ടും പോലീസിന്റെ എൻട്രിങ് കൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് നമ്മൾ കേട്ടതാണ് ചില സംസ്ഥാനങ്ങളിൽ ആധാർ പോലുള്ള ID കാർഡുകളൊക്കെ ഡബിളും ട്രിബിളും വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി ആൾക്കാരെ കയറ്റിവിടുകയാണ്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് എയർപോർട്ടിൽ ഒരു ജോലി മേടിക്കണമെങ്കിൽ തന്നെ ഈ തിരുവനന്തപുരത്തുള്ള പോലീസ് ഓഫീസിൽ PCCയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ പലർക്കും ജോലി കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ വിദേശത്ത് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നമ്മുടെ ഒരാൾ പോയാൽ തന്നെ നമുക്ക് അവരുടെ ഡേറ്റ എല്ലാം ആ രാജ്യത്തിൽ സ്റ്റോറാണ്. അപ്പൊ അതുപോലെ നമ്മൾ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, എസ്പെഷ്യലി നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്തില്ലെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ വലിയ വിപത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് പേടിക്കേണ്ടിയിരിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ സുരേഷ്, ഈ ഒരു സമയം നിങ്ങളോട് സഹകരിച്ചതിന്. വിനീഷിലേക്ക് വീണ്ടും. വിനീഷ്, ഇവിടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു വ്യക്തി ചെയ്തു എന്നതിൽ ഒതുക്കാൻ കഴിയില്ല. കാരണം പല രീതിയിലാണ് ഈ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാഞ്ഞങ്ങാട് പടന്നക്കാട് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ള ഷാബ് ഷെയ്ഖ് എന്ന് പറയുന്ന തീവ്രവാദി, അദ്ദേഹം അൻസാർ ബംഗ്ല എന്നുള്ള തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകനാണ്. അദ്ദേഹം ആസാമിൽ UPA കേസ് പ്രകാരം ചുമത്തപ്പെട്ട് പിന്നീട് ആസാം പോലീസാണ് പടന്നക്കാട് വന്ന് ഇദ്ദേഹത്തെ പിടികൂടുന്നതും ചോദ്യം ചെയ്യുന്നതും. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ തീവ്രവാദിൽ നിന്നും അറിയാൻ കഴിയുന്നത്. RSS ഹിന്ദു നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്താൻ പല രീതിയിൽ ആ സമയത്ത് തന്നെ അസം പോലീസ് ബംഗാളടക്കം റെയ്ഡ് നടത്തിയപ്പോഴും അവിടെ നിന്നും പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പലയിടങ്ങളിലും താമസിക്കണം. അദ്ദേഹം 2018 ഉദുമ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിച്ച് അതിഥി തൊഴിലാളികളോടൊപ്പം തന്നെ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്ത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത്. കൃത്യമായ രീതിയിൽ ഒരു അജണ്ട നടപ്പാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനം. അത്തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്, അല്ലേ?